السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ആദ്യത്തെ ബാബാണ് നാം കഴിഞ്ഞ ദിവസത്തിൽ കിതാബ് ആരംഭിച്ചത് ബാബുൽ ഇഖ്ലാസ്. ഇഖ്ലാസുമായി ബന്ധപ്പെട്ട്, നിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ്. ഏതൊരു കർമ്മവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും ആ നിയ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ള പ്രാധാന്യവും അതിലെ ഒന്ന് രണ്ട് ഹദീസുകൾ നമ്മൾ വായിക്കുകയും ചെയ്തു. അടുത്ത ഹദീസ്, وعن عائشة رضي الله عنها قالت قال النبي صلى الله عليه وسلم لا هجرة بعد الفتح ولكن جهاد ونية وإذا استنفرتم فانفروا. متفق عليه. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, വിജയത്തിന് ശേഷം അഥവാ മക്ക ഫത്ഹായതിനു ശേഷം അഥവാ മക്ക മുശ്രിക്കുകളുടെ കയ്യിൽ നിന്ന് അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകളിലേക്ക്, മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വന്നെത്തിയതിനു ശേഷം, ആ ഫത്ഹിന് ശേഷം പിന്നെ ഒരു ഹിജ്റ ഇല്ല. വലാകിൻ ജിഹാദുൻ വനിയ്യത്തുൻ, പിന്നെയുള്ളത് ജിഹാദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലും അതുപോലെ വനിയ്യത്തുൻ. നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഖൽബിൽ ഹിജ്റ ചെയ്യാൻ ഉള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം വന്നാലുള്ള ഉദ്ദേശം, ആ നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ജിഹാദ് ചെയ്യുക എന്നുള്ളത് അല്ലാത്തവർക്ക് ജിഹാദ്. വൈദസ്തുംഫിർതും, നിങ്ങളെ യുദ്ധത്തിന് വേണ്ടി നിങ്ങളോട് പറഞ്ഞാൽ, യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞാൽ, ഫംഫിറു, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക, യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടുക എന്നുള്ളത്. വമഅനാഹു, അതിന്റെ ആശയം ഇമാം നവവി മുഖദ്ദിമയിൽ പറഞ്ഞതുപോലെ ചില ഹദീസുകളുടെ ആശയം വ്യക്തമല്ലാത്തത് അല്ലെങ്കിൽ ചില വാക്കുകളുടെ അർത്ഥം വ്യക്തമല്ലാത്തതെല്ലാം ഇമാം നവവി റഹിമഹുള്ള ചെറിയ രീതിയിൽ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. വമഅനാഹു ലാ ഹിജ്റത മിൻ മക്കത ലിഅന്നഹാ സ്വാറത് ദാറ ഇസ്ലാമിൻ, അതായത് മക്ക ഇസ്ലാമിന്റെ ഭവനമായതിനു ശേഷം പിന്നെ മക്കയിൽ നിന്നൊരു ഹിജ്റ ഇല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിൽ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ ഭാഗം, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഹദീസ് വിശദീകരിച്ചപ്പോൾ നാം പറഞ്ഞിരുന്നു, ഇൻതിഖാലു മിൻ ബലദിൽ കുഫ്രി ഇലാ ബലദിൽ ഇസ്ലാം, കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് മാറിപ്പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. തറക്ക എന്ന ആശയത്തിൽ ഹജ്ർ ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ള ആശയത്തിലാണ് ഹിജ്റ എന്നുള്ള അർത്ഥം വന്നിട്ടുള്ളത്. ഒരു കാര്യം ഒഴിവാക്കുക. അപ്പോ അള്ളാഹുവിന് വേണ്ടി, ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കുഫറിന്റെ നാട്ടിൽ നിന്ന്, ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത നാട്ടിൽ നിന്ന് പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫത്ഹിന് ശേഷം അഥവാ മക്ക വിജയിച്ചടക്കിയതിനു ശേഷം ഇനി ഹിജ്റ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ഹദീസിനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഹിജ്റ എന്നൊരു കാര്യം തന്നെ ഇല്ല, ഇനി അങ്ങോട്ടില്ല, മക്കം ഫത്തിന് ശേഷം ഇനി ഹിജ്റ തന്നെ ഇല്ല എന്ന നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അഥവാ അന്ത്യനാൾ വരെ ഹിജ്റയേ ഇല്ല, ഇനി ഹിജ്റ ഒരിക്കലും ഒരാളും ചെയ്യേണ്ടതില്ല എന്ന നിലക്ക് ചില ആളുകൾ മനസ്സിലാക്കാറുണ്ട്. അതല്ല അതിന്റെ ഉദ്ദേശം. ഇതിന്റെ ഉദ്ദേശം മക്കയിൽ നിന്ന് പിന്നെന്തില്ല, പിന്നൊരു ഹിജ്റ ഇല്ല എന്നുള്ളതാണ്. മക്ക ഇസ്ലാമികമായിട്ടുള്ള നാടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോകാവസാനം വരെ അത് അങ്ങനെ നിലനിൽക്കും. അതുകൊണ്ട് അവിടെ നിന്ന് പിന്നൊരു ഹിജ്റ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഖത്താബി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിക്കുന്നിടത്ത്, അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും ഈ ഹദീസിനെ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, കാനത്തിൽ ഹിജ്റത്തു ഫർളൻ ഫി അവ്വലിൽ ഇസ്ലാമി അലാ മൻ അസ്ലം, ആദ്യ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ മേലെ ഹിജ്റ നിർബന്ധമായിരുന്നു. കാരണം മക്കയിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടും അതല്ലാതെയും മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു പോയി മദീനത്ത് മുസ്ലിമീങ്ങളുടെ ഒരു ഭരണസംഹിത ഉണ്ടായ സമയത്ത്, മദീനത്ത് മുസ്ലിം രാജ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴിൽ ഒരു ഭരണ സംവിധാനമായിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് നാട്ടിലുള്ള ആളാണെങ്കിലും അവർ ഇസ്ലാം സ്വീകരിച്ചാൽ മദീനയിലേക്ക് വരിക എന്നുള്ളത് നിർബന്ധമായിരുന്നു. ലിഖില്ലത്തിൽ മുസ്ലിമീന ബിൽ മദീന. എന്താണ് അതിനുള്ള കാരണം?
മുസ്ലിമീങ്ങൾ മദീനയിൽ വളരെ കുറവായതുകൊണ്ട്. വഹാജത്തുഹും ഇലൽ ഇജ്തിമാ, മുസ്ലിമീങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് കൂടണം എന്നതുകൊണ്ട് ഏതൊരു നാട്ടിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാലും അവർ മദീനയിലേക്ക് വരിക, അവർ ഹിജ്റ ചെയ്ത് വരിക എന്നുള്ളത് നിർബന്ധമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഉദ്ദേശം എന്താണ്? മുസ്ലിമുകളെല്ലാവരും ഒരുമിച്ച് നിന്ന് മുസ്ലിമുകൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആവശ്യം കൊണ്ട്. ഫലമ്മ ഫതഹ അല്ലാഹു മക്കത ദഖല അന്നാസ് ഫീ ദീനില്ലാഹി അഫ്വാജ, മക്ക ഫത്ഹായതിനു ശേഷം ആളുകൾ കൂട്ടം കൂട്ടമായി പല നാടുകളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഫസഖത ഫർളുൽ ഹിജ്റത്തി ഇലൽ മദീന, എന്തുണ്ടായി? മദീനയിലേക്ക് ഹിജ്റ പോവുക എന്നുള്ള നിർബന്ധ ബാധ്യത അവിടെ ഒഴിവായി. അപ്പൊ പിന്നെ എന്ത് വേണ്ട? മദീനയിലേക്ക് എല്ലാവരും ഹിജ്റ ചെയ്ത് വരേണ്ട ഒരു നിർബന്ധ ബാധ്യത അവിടെ ഇല്ല. വബഖിയ ഫർളുൽ ജിഹാദ്, പക്ഷേ ഏത് നാട്ടിലാവട്ടെ അവിടെ മുസ്ലിം ഭരണകൂടം ഉണ്ടെങ്കിൽ അവരുടെ കീഴിലായിക്കൊണ്ട് ആ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴിൽ അന്ന് ജീവിച്ചിരിക്കുമ്പോൾ ജിഹാദ് ചെയ്യുക എന്നുള്ളതാ. വനിയ്യത്തു അലാ മൻ ഖാമ ബിഹി, അതുപോലെ തന്നെ നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഔനസല ബിഹി അദു, ജിഹാദിനുള്ള നിയ്യത്ത്, ഒരു ശത്രു വന്നാൽ ഞാൻ ജിഹാദിൽ ഇറങ്ങും അല്ലെങ്കിൽ ഏർപ്പെടും എന്നുള്ള നിയ്യത്ത്. അതുപോലെ ഹിജ്റയുടെ സാഹചര്യം ഉണ്ട് എങ്കിൽ അതിനുള്ള നിയ്യത്ത്. അങ്ങനെ നിയ്യത്താണ് പിന്നീടുള്ളത്. അതാണ് ഈ ഹദീസിന്റെ ആശയം. അപ്പൊ ഈ ഹദീസിന്റെ ആശയം ശരിക്കും എന്താണ്? മദീനയിലേക്ക് ഹിജ്റ പോവുക എന്നുള്ളത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നിർബന്ധമായൊരു കാര്യമായിരുന്നു. ആ നിർബന്ധ ബാധ്യത പിന്നെന്തില്ല? മക്ക ഫത്ഹായതിനു ശേഷം. കാരണം അത്രയും മുസ്ലിമീങ്ങൾ വ്യാപിച്ച് മുസ്ലിമീങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരവസ്ഥയിലായപ്പോഴാണ് മക്ക ഫത്ഹാകുന്നത്, മക്ക വിജയിച്ചടക്കുന്നത്. അപ്പൊ പിന്നെ ആളുകൾ പല നാടുകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾ എങ്ങോട്ട് വരണ്ട? മദീനയിലേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം ആദ്യകാലത്ത് മദീനത്തെ ആളുകൾ കുറവാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിന്ന് ശക്തിയാകണം എന്ന നിലക്കാണ് അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നത്. അത് ഒഴിവായി എന്നുള്ളതാണ് ലാ ഹിജ്റത ബഅദൽ ഫത്ഹി എന്നുള്ളതിന്റെ ഉദ്ദേശം. ഇതിന്റെ ഉദ്ദേശം അതാണ്. അതല്ലാതെ ലോകാവസാനം വരെ ഇനി ഹിജ്റ ഇല്ല എന്നുള്ളതല്ല. ഏതു കാലഘട്ടത്തിലും മരണം വരെ, ഇപ്പൊ വേറെ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ അല്ലെങ്കിൽ അന്ത്യനാൾ വരെ ഹിജ്റ എന്തുണ്ട്? ഹിജ്റ ഉണ്ട്. ഹിജ്റ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുഫറിന്റെ നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ഒരാളാണ് എങ്കിൽ അയാൾക്ക് സാധിക്കുമെങ്കിൽ എന്ത് വേണം? അയാൾ ഹിജ്റ പോകണം. അയാൾക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടുന്ന് ഹിജ്റ പോകണം. മുസ്തലൈഫ് അല്ലെങ്കിൽ അഥവാ പിന്നെ സ്ത്രീകളോ കുട്ടികളോ അല്ലെങ്കിൽ അത്രയും ദുർബലനായിട്ടുള്ള ഒരാളല്ല, ഒരു സാഹചര്യം ഇല്ലാത്ത ഒരാളല്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഹിജ്റ പോകണം. അത് അയാളുടെ മേലെ നിർബന്ധമാണ്, ലോകാവസാനം വരെ നിർബന്ധമാണ്. എന്നാൽ ഇസ്ലാമിന്റെ ഷിആറുകൾ പ്രകടമാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഒരാൾക്ക് ജുമുഅ ജമാഅത്തുകൾ നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട്, ബാങ്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്, ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് എന്താ ആവശ്യമില്ല? ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം മാവറദി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, ഈ ഒരു മസലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇബ്നു ഹജർ അസ്ഖലാനി കൊടുക്കുന്നുണ്ട്. ഇദാ ഖദറ അലാ ഇബ്ഹാരിദ്ദീൻ ഫീ ബലദിൻ മിൻ ബിലാദിൽ കുഫ്ർ, ഏതെങ്കിലും കാഫിർ ഭരിക്കുന്ന നാടായിക്കോട്ടെ, അഥവാ ഭരണം എന്നുള്ളത് കുഫറിന്റെ അടിസ്ഥാനത്തിലുള്ളത്. ഇപ്പോ ഇന്ത്യ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടോ അടിസ്ഥാനമായിട്ടുള്ള ഭരണം കുഫറിന്റെയാണ്, ജനാധിപത്യം അസ്ലി കുഫറാണ്, അങ്ങനെ ഭരിക്കുന്ന ഒരു നാടാണ്. പക്ഷേ അവിടെ ഇബ്ഹാറുദ്ദീൻ, ദീന് പ്രകടമായി കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാം? നമുക്ക് മസ്ജിദുകൾ നിർമ്മിക്കാം, ജുമുഅ നടത്താം, ജമാഅത്ത് നടത്താം, ബാങ്ക് കൊടുക്കാം, അങ്ങനെ പിന്നെ ഈദ്ഗാഹുകൾ, ഈദ് നിസ്കാരം നടത്താം, സ്വന്തം വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങൾ പിൻപറ്റാം. അങ്ങനെയുള്ള നാടുകളിൽ ഫൽ ഇഖാമത്തു ഫീഹാ അഫ്ളലു മിനർ റഹ്ലത്തി മിൻഹാ, അവിടെ നിന്ന് പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ നിൽക്കലാണ്. അവിടെ നിന്ന് പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ താമസിക്കലാണ്. എന്താണ് കാരണം? ലിമാ യതറജ്ജാ മിൻ ദുഖൂലി ഗൈരിഹി ഫിൽ ഇസ്ലാം, മറ്റുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ദഅവത്ത് ചെയ്യാം, ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാം, ആ ഒരു പ്രതീക്ഷ, ആളുകൾ ദീനിലേക്ക് അടുക്കാനുള്ള ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് അതാണ് എന്ത് നല്ലത് എന്ന നിലക്ക് അഭിപ്രായപ്പെട്ടത് കാണാം. ഇമാം മാവറദി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അപ്പൊ ഹിജ്റ എന്നുള്ളത് ഉണ്ട്, ലോകാവസാനം വരെയുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് എന്നുള്ളത് മദീനയിലേക്ക് ആദ്യകാലത്ത് എല്ലാവരും വരിക, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചവരെല്ലാം മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വരിക എന്നുള്ള ആ നിർബന്ധിത അത് ഒഴിവാക്കിയതിനെ പറ്റിയിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വലാകിൻ ജിഹാദുൻ വനിയ്യത്തുൻ, ഇതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്. പിന്നുള്ളത് ജിഹാദാണ്. ഹിജ്റ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അമലായിക്കൊണ്ടുള്ളത് ജിഹാദാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, അത് നിലനിൽക്കുന്നുണ്ട്. ഏത് നാട്ടിലാവട്ടെ മുസ്ലിം ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം ഒരു അമീറിന്റെ കീഴിലായിക്കൊണ്ട് മുസ്ലിമുകൾ ഉണ്ട് എങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് അധികാരമുള്ള ഒരു നാടുണ്ട് എങ്കിൽ അവർക്ക് ജിഹാദുണ്ട്. ആ ജിഹാദുണ്ട്. അതുപോലെ നിയ്യത്തുൻ, അല്ലെങ്കിൽ ആ ജിഹാദ് ഇല്ലാത്തൊരു നാടാണ്,
പക്ഷെ ആ ജിഹാദ് ചെയ്യാൻ അല്ലെങ്കിൽ ജിഹാദിന്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ജിഹാദ് ചെയ്യും എന്നുള്ള ആ നിയ്യത്ത്, അങ്ങനെ ഒരു നിയ്യത്ത് പോലും ഇല്ലാത്തവൻ നിഫാഖിന്റെ അംശമുള്ളവനാണെന്ന് ഹദീസിൽ കാണാം. അഥവാ ജിഹാദിന്റെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടും എന്നുള്ള നിയ്യത്ത് പോലും ഇല്ലാത്തവൻ, അവന്റെ കൽബിൽ നിഫാഖിന്റെ അംശമാണെന്ന് കാണാം. അപ്പോൾ അങ്ങനെ നിയ്യത്ത് അവിടെ ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്. അഥവാ ഏത് സമയത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇനി ഹിജ്റ ചെയ്യാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധമാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, അൽ ജിഹാദ് ആണെങ്കിൽ, അങ്ങനെ ഏത് കാര്യത്തിനും ആ നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ വിഷയം ഇനി ഹിജ്റയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇസ്ലാമികമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണെങ്കിൽ പോകേണ്ടതില്ല എന്നുള്ളത്. ഇനി ഉലമാക്കൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം, കുഫറിന്റെ നാട്ടിലേക്ക് അങ്ങോട്ട് പോകാൻ പാടുണ്ടോ? ഒന്നെങ്കിൽ ഇങ്ങനെ ഇസ്ലാം ഇൽഹാറായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നാട്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ നാട്, അതിൽ നിന്നുകൊണ്ട് ആർക്കെങ്കിലും കുഫറിന്റെ നാട്ടിലേക്ക് പോകാൻ പാടുമോ? ഉലമാക്കൾ പറഞ്ഞു 3 നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അങ്ങനെ പോകണമെങ്കിൽ. അഥവാ പച്ചയായ കുഫറിന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു നാട്ടിലേക്ക്, ഇസ്ലാം വാഹിറായി കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത്, അവിടെ ഉണ്ടാകുന്ന ശുബ്ഹത്തുകളെ എതിർക്കാൻ മാത്രമുള്ള ഇൽമ് അവനുണ്ടായിരിക്കണം. അവിടെ ധാരാളം ശുബ്ഹത്തുകൾ ഉണ്ടാവും, പിഴച്ച വിശ്വാസങ്ങൾ ഉണ്ടാവും, പിഴച്ച കാര്യങ്ങൾ ഉണ്ടാവും, പല രീതിയിലുള്ള ശക്കുകൾ ഇട്ടുതരും, ഇൽഹാദ് ഉണ്ടാകും, പല നിരീശ്വരവാദം ഉണ്ടാകും, പലതരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ഇൽമ് അവന്റെ എതിർത്തുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ശഹ്വത്തുകളെ എതിർക്കാനുള്ള ദീൻ അവന്റെ കയ്യിലുണ്ടായിരിക്കണം. ശഹ്വത്തുകൾ ധാരാളം, വ്യഭിചാരമാവട്ടെ, അതുപോലുള്ള കാര്യങ്ങളാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രേരണയേകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ദീനിയായ ബോധം അല്ലെങ്കിൽ ദീന് അല്ലെങ്കിൽ തഖ്വ ഉള്ളവനായിരിക്കണം. മൂന്നാമത്തേത്, ഹാജത്ത് ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരിക്കണം. വേറെ നാടുകളിൽ ലഭിക്കാത്ത വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ചികിത്സയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാജത്ത് അവനുണ്ടായിരിക്കണം ആ നാട്ടിലേക്ക് പോകേണ്ടത്. ഇതല്ലാത്ത ഈ 3 നിബന്ധനകൾ പാലിക്കാതെ കുഫറിന്റെ നാട്ടിലേക്ക് ഒരാൾ ഒന്നെങ്കിൽ മുസ്ലിമുകളുടെ നാട് അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല എന്നുള്ളത് ഉലമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞത് കാണാം. ഇനി അടുത്തത് പറഞ്ഞത്, വൈദസ്തും ഫിർതും ഫംഫിറൂ, നിങ്ങൾ ജിഹാദിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി, പോരാടാൻ വേണ്ടി, പുറപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പുറപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഇസ്തും ഫിർത്തും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക നാട്ടിൽ അമീർ, ഭരണാധികാരി മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ ചേർന്നുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ശത്രുക്കളുമായിട്ടുള്ള ഒരു ജിഹാദിന് വേണ്ടി നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ജിഹാദിന് പുറപ്പെടണം. അഥവാ മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഒരു അമീർ, ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരി, ആ ഭരണാധികാരി ഒരു യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ നാടും അതുപോലെ തന്നെ ശത്രുക്കളുമായി നടക്കുന്ന ആ യുദ്ധത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, ആ അമീർ വിളിച്ചാൽ, ആ അമീറിനാൽ വിളിക്കപ്പെട്ടാൽ, വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുറപ്പെടണം. അഥവാ ജിഹാദ് ചെയ്യുക അല്ലെങ്കിൽ ഖിതാൽ, യുദ്ധം ചെയ്യുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫർദ് കിഫായയാണ്, മുസ്ലിങ്ങളുടെ പൊതുവായിട്ടുള്ള ബാധ്യതയാണ്. ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒഴിവാകുന്ന ഒരു കാര്യമാണ്, ഫർദ് ഐൻ എന്നുള്ളതല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ ജിഹാദ് അല്ലെങ്കിൽ ഈ ഖിതാൽ, ശത്രുക്കളുമായി യുദ്ധം ചെയ്യുക എന്നുള്ളത് ഫർദ് ഐനാകും. അഥവാ വ്യക്തിപരമായിട്ടുള്ള ബാധ്യതയാണ്. ഫർദ് കിഫായും ഫർദ് ഐനും അറിയല്ലോ. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു ജനാസ നിസ്കരിക്കുന്ന പോലെ, മയ്യത്ത് നിസ്കാരം, ഒരു മുസ്ലിമുകളുടെ ഒരു നാട്ടിൽ അവിടെ ഒരു മുസ്ലിം മരണപ്പെട്ടു, ആ മയ്യത്തിന്റെ കാര്യങ്ങൾ ചെയ്യുക, ജനാസ നിസ്കരിക്കുക എന്നുള്ളത് ഫർദ് കിഫായയാണ്. ആ മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. എന്നാൽ 5 വഖ്ത് നിസ്കാരം അത് ഫർദ് ഐനാണ്, അത് ആരെങ്കിലും ചെയ്താൽ പറ്റുമോ? ഇല്ല, അവനവൻ ചെയ്യണം. അപ്പൊ അതുപോലെയാണ് ജിഹാദിന്റെ ഈ മസ്അല വരുന്നത്. ഇവിടെ ഭരണാധികാരി വിളിക്കുകയാണ്, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി പറയുകയാണ് എങ്കിൽ ഫർദ് കിഫായ ആയിട്ടുള്ള ഈ കാര്യം, യുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ളത് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ മേലെ എന്താകും? നിർബന്ധമാകും. അതുപോലെ ഫർദ് ഐനാകുന്ന, നിർബന്ധമാകുന്ന മറ്റു ചില സന്ദർഭങ്ങളാണ്. ഒന്ന്, ശത്രു ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു. ഇപ്പൊ മുസ്ലിമുകളുടെ നാടുണ്ട്, ഭരണാധികാരിക്ക് കീഴിലുള്ള നാടുണ്ട്. അപ്പൊ പുറത്തു നിന്നൊരു ശത്രു മുസ്ലിമീങ്ങളെ നാടിനെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ മേലെ ഫർദ് ഐനാണ് എന്ത്? അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുക എന്നുള്ളത്. അതുപോലെ യുദ്ധത്തിന്റെ സ്വഫുകൾ നിന്ന സമയത്ത്, സ്വഫുകളിലായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ യുദ്ധത്തിന് എന്ത് ചെയ്യാൻ പാടില്ല?
പിന്തിരിയാൻ പാടില്ല, അവിടെ നിന്ന് യുദ്ധം ചെയ്യണം. ആ സമയത്ത് ഫർള് ഐനാണ്. അവൻ സൊഫിൽ നിൽക്കുകയാണ്. അപ്പോൾ വിചാരിക്കുകയാണ് ആരെങ്കിലും ഒക്കെ ചെയ്താൽ മതിയല്ലോ, ഫർള് കിഫായല്ലേ, പറ്റുമോ? ഇല്ല. സൊഫിൽ ശത്രുക്കളും മുഅ്മിനുകളുമായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, യുദ്ധത്തിന് ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് നിർബന്ധമാകും. മറ്റൊരു സന്ദർഭം നിർബന്ധമാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ചില ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഒരാൾക്കേ അറിയുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ചില ആയുധങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് ഒരാൾക്കറിയാം, ബാക്കിയുള്ളവർക്ക് അറിയില്ല. അല്ലെങ്കിൽ അത് അറിയുന്ന കുറച്ച് ആളുകളുണ്ട് എങ്കിൽ ആ യുദ്ധത്തിന് അത് ഉപയോഗിക്കാൻ വേണ്ടി ആളുകളുടെ മേൽ എന്താകും? അത് നിർബന്ധമാകും. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് എന്ത് വേണം? ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതല്ലാത്ത സന്ദർഭം ഫർള് ഐനാണ്, അല്ലാത്തത് ഫർള് കിഫായ ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇദസ്തും ഫിർതും ഫംഫിറു എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വിളിച്ചാൽ യുദ്ധത്തിന് ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി വിളിച്ചാൽ, അഥവാ ഭരണാധികാരി അമീർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുറപ്പെടുക. ആ സമയത്ത് ഓരോരുത്തരുടെയും മേലെ വ്യക്തിപരമായിട്ടുള്ള നിർബന്ധ ബാധ്യതയാണ് ജിഹാദിന് ഇറങ്ങുക, യുദ്ധം ചെയ്യുക എന്നുള്ളത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ആശയം വ്യക്തമായല്ലോ. ഒന്ന്, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് മദീനയിലേക്ക് നിർബന്ധമായിരുന്ന ഹിജ്റ അത് ഇനി ഇല്ല, മക്കം ഫത്തിന് ശേഷം ഇനി ആവശ്യമില്ല എന്നുള്ളതാണ്. വലാകിൻ ജിഹാദും നിയ്യത്തും, പക്ഷേ പിന്നീടുള്ളത് ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. ഒരു മുഅ്മിൻ, നമ്മളിപ്പോൾ ഏറ്റവും നല്ല സൗകര്യത്തിലാണ്, അൽഹംദുലില്ലാ. നമുക്ക് ഹിജ്റയുടെയോ അല്ലെങ്കിൽ ജിഹാദിന്റെയോ സാഹചര്യം ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്ത് നിയ്യത്ത് വേണം? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഹിജ്റ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ഒരു ജിഹാദിന് വന്നാൽ ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം. അതൊരിക്കൽ പോലും ചിന്തിക്കാത്തവൻ ജിഹാദിനെ കുറിച്ചോ ഖിതാലിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു ചിന്ത ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എങ്കിൽ അവന്റെ ഉള്ളിൽ നിഫാഖിന്റെ അംശമുണ്ട് എന്ന് ചില ഹദീസുകൾ കാണാം. അതാണ് നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്. മൂന്നാമത്തേത്, യുദ്ധത്തിന് വിളിക്കപ്പെട്ടാൽ, ജിഹാദിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പോകണം. അത് നിർബന്ധമാകുന്ന സാഹചര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ഹദീസ്, وعن أبي عبد الله جابر بن عبد الله الأنصاري رضي الله عنهما قال كنا مع النبي صلى الله عليه وسلم في غزاة فقال إن بالمدينة لرجالا ما سرتم مسيرا ولا قطعتم واديا إلا كانوا معكم حبسهم المرض وفي رواية إلا شركوكم في الأجر رواه مسلم. ورواه البخاري عن أنس رضي الله عنه قال رجعنا من غزوة تبوك مع النبي صلى الله عليه وسلم فقال إن أقواما خلفنا بالمدينة ما سلكنا شعبا ولا واديا إلا وهم معنا حبسهم العذر. അബു അബ്ദുല്ല ജാബിർ ബിൻ അബ്ദുല്ല അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, കുന്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തിൻ ഫഖാല, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യുദ്ധത്തിലായിരുന്നു. അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴോ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴോ ആയിരുന്നു ഞങ്ങൾ. ഒരു യാത്രയിലാണ്, യുദ്ധത്തിലെ യാത്രയിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ യാത്രയിലായിരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി ലരിജാലൻ, മദീനയിൽ, അഥവാ മദീനയിൽ നിന്നാണ് പോയിട്ടുള്ളത്, അവിടെ മദീനയിൽ ചില ആളുകളുണ്ട്. മാ സിർതും മസീറൻ, നിങ്ങളൊരു പ്രദേശവും കടന്നു പോകുന്നില്ല. വലാ ഖതഅതും വാദിയൻ, നിങ്ങളൊരു താഴ്വരയും മുറിച്ചു കടക്കുന്നില്ല. ഇല്ലാ കാനൂ മഅകും, അവർ നിങ്ങളോടൊപ്പമില്ലാതെ ഹബസഹുമുൽ മറദ്, അവരെ രോഗം തടഞ്ഞതാണ്, പിടിച്ചു വെച്ചതാണ്. രോഗം കാരണത്താലാണ് അവർക്ക് ഈ ജിഹാദിന്, യുദ്ധത്തിന് വേണ്ടി വരാൻ സാധിക്കാതെ പോയത്. എന്തുകൊണ്ടാ? അവർക്ക് രോഗം കാരണത്താലാണ് അവർക്ക് വരാൻ പറ്റാതെ പോയത്. അവർക്ക് പക്ഷെ എന്തുണ്ടായിരുന്നു? നിയ്യത്തുണ്ടായിരുന്നു. അതാണ് അവിടെ ഉദ്ദേശം. ബാവുമായി ബന്ധപ്പെട്ട ആശയം എന്താണ്? അവർക്ക് ഈ ജിഹാദിൽ, ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം, ഈ സഹാബികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് പോകണം, ഇസ്ലാമിന് വേണ്ടി പോരാടണം എന്നുള്ള നിയ്യത്ത് അവരുടെ ഉള്ളിലുണ്ട്. സിദ്ഖോട് കൂടിയുള്ള സത്യസന്ധമായിട്ടുള്ള നിയ്യത്ത് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അവർക്ക് രോഗം കാരണത്താൽ അവർക്ക് എന്ത് സാധിച്ചില്ല? അവർക്ക് പുറപ്പെടാൻ സാധിച്ചില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഏത് പ്രദേശത്ത് പോകുമ്പോഴും അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ. കാരണം അവരെ തടഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. വഫീ റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ, ഇല്ലാ ശറകൂകും ഫിൽ അജ്ർ റവാഹു മുസ്ലിം. വേറെ റിവായത്തിൽ ഒന്നുകൂടി വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രതിഫലത്തിൽ നിങ്ങളോട് പങ്കുചേരാതെ. അവർക്ക് എന്തുണ്ട്? നിങ്ങളെ പോലെ പ്രതിഫലം അവർക്കും ഉണ്ട്. കാരണം എന്തിന്റെ മേലെ പ്രതിഫലം കിട്ടുന്നത്? നിയ്യത്തിന്റെ മേലെയാണ്. സത്യസന്ധമായ നിയ്യത്തിന്റെ മേലെയാണ് അവർക്ക് ആ പ്രതിഫലം കിട്ടുന്നത്. അവർക്ക് ശർഈയായിട്ടുള്ള ഉദ്ർ, രോഗം കാരണത്താൽ പോകാൻ സാധിക്കാത്ത കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നിയ്യത്ത് സത്യസന്ധമായിട്ടുള്ള നിയ്യത്താണ് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിനറിയാം
നമ്മുടെ നിയ്യത്ത് സത്യസന്ധമാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ അള്ളാഹു അത് അറിയും. മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്നല്ല, അള്ളാഹു അത് മനസ്സിലാക്കും, അള്ളാഹു അത് അറിയും. അങ്ങനെയെങ്കിൽ മഹത്തായ പ്രതിഫലം നമുക്കുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കർമ്മമാണെങ്കിൽ പോലും, നമുക്ക് ചെയ്യാൻ പല കാരണങ്ങളാൽ സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ പോലും അതിന്റെ നിയ്യത്ത് നമുക്ക് സത്യസന്ധമാണ് എങ്കിൽ ആ പ്രതിഫലം നമുക്കുണ്ടാകും. എന്നാൽ അത് സത്യസന്ധമായിരിക്കണം. മുനാഫിക്കുകളെ പോലെ യുദ്ധം നിർബന്ധമായാൽ ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കും, ജിഹാദിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞ് യുദ്ധം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവര് പല കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി. അങ്ങനെയല്ല, സത്യസന്ധമായിട്ടുള്ള നിയ്യത്ത്. അതിന് വേറെ റിവായത്തിൽ ബുഖാരി വേറൊരു ഇതേ ആശയത്തിലുള്ള വേറൊരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. റജഅനാ മിൻ ഗസ്വതി തബൂക്ക് മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ മടങ്ങി വരികയായിരുന്നു. ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള, ബുദ്ധിമുട്ട് സഹിച്ചിട്ടുള്ള യുദ്ധമായിരുന്നു തബൂക്ക് എന്നുള്ളത്. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുള്ള യാത്രയായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. അപ്പൊ അവിടുന്ന് മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാല ഇന്ന അഖ്വാമൻ ഖൽഫനാ ബിൽ മദീന. നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ ചില ആളുകൾ നമ്മോടൊപ്പം വരാൻ സാധിക്കാതെ മദീനയിൽ തങ്ങിപ്പോയിട്ടുണ്ട്. മാ സലക്നാ ശിഅബൻ വലാ വാദിയൻ. ഒരു പ്രദേശമോ ഒരു താഴ്വരയോ നമ്മൾ കടന്നു പോകുന്നില്ല, നമ്മൾ യാത്ര പോകുന്നില്ല. ഇല്ലാ വഹും മഅനാ. അവർ നമ്മുടെ കൂടെ ഇല്ലാതെ ഹബസഹുമുൽ ഉദ്ർ. അവരെ ചില ഒഴികഴിവുകളാണ് തടഞ്ഞത്. അഥവാ ശർഈയായിട്ടുള്ള ചില കാരണങ്ങൾ കാരണത്താണ് അവർക്ക് വരാൻ പറ്റാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ നിയ്യത്ത് കൊണ്ട് അത്ര മഹത്തായിട്ടുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഇതേ ആശയത്തിലാണ് വേറെ ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ യാത്രക്കാരനോ രോഗിയോ ആവുകയാണ്, പക്ഷേ അവൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ആ കർമ്മങ്ങളുടെ പ്രതിഫലം അവനുണ്ടാകും, അവന്റെ മേലെ രേഖപ്പെടുത്തും. അതായത് ഒരാൾ കൃത്യമായി 5 വക്ത് ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൃത്യമായി സുന്നത്തായ നോമ്പുകൾ നോൽക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ ആൾക്ക് രോഗം കാരണത്താൽ ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷെ അവന്റെ മേലെ എന്ത് രേഖപ്പെടുത്തും? അവന്റെ മേലെ ആ നോമ്പ് രേഖപ്പെടുത്തും, അവന്റെ ആ ജമാഅത്ത് നിസ്കാരം രേഖപ്പെടുത്തും. കാരണം എന്താണ്? അവനത് സത്യസന്ധമായിട്ട് കൃത്യമായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അവനെ തടഞ്ഞ ഒരേയൊരു കാരണം എന്തായിരിക്കും? ആ രോഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു യാത്രയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് അവന്റെ മേലത് രേഖപ്പെടുത്തുന്നത് അവന്റെ ആ നിയ്യത്തിന്റെയും ഖൽബിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിയ്യത്തിന് വളരെ മഹത്തായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസുകൾ കാണാം, എന്റെ ഉമ്മത്തിന്റെ ആളുകളുടെ അമലിനേക്കാൾ മഹത്തരമാണ് നിയ്യത്ത് എന്നുള്ളത്. ഉലമാക്കൾ പറഞ്ഞത് കാണാം, തിജാറത്തുൽ ഉലമ, പണ്ഡിതന്മാരുടെ കച്ചവടമാണ് നിയ്യത്ത് എന്നുള്ളത്. കാരണം നിയ്യത്ത് എങ്ങനെയാകണം എന്നറിയുന്നവർ, ഇൽമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഓരോ കാര്യത്തിന്റെയും നിയ്യത്ത് എങ്ങനെയാകണം എന്നുള്ളത്. അത് അവർക്ക് ഒരുപാട് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കും. അടുത്ത ഹദീസ്, വഅൻ അബി യസീദ് മഅൻ ഇബ്നു യസീദ് ഇബ്നു അൽ-അഖ്നസ് റളിയല്ലാഹു അൻഹും വഹുവ അബൂഹു വജദ്ദുഹു സഹാബിയ്യുൻ. അബി യസീദ് മഅൻ ഇബ്നു യസീദ് മഅൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ റിവായത്താണ്, അദ്ദേഹത്തെ പറ്റി പറയുന്നു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉപ്പയും അദ്ദേഹത്തിന്റെ വല്ലിപ്പയും യസീദും അഖ്നസും എല്ലാം സഹാബികളുടെ കൂട്ടത്തിൽ പെട്ട ആളാണ്. ഖാല കാന അബി യസീദ് അഖ്റജ ദനാനീറ. മഅൻ പറയുകയാണ്, എന്റെ ഉപ്പ യസീദ്, മഅൻ ഇബ്നു യസീദ് പറഞ്ഞാൽ മഅൻ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തി, യസീദ് വാപ്പ. അത് പറയാണ്, എന്റെ വാപ്പ യസീദ് അഖ്റജ ദനാനീറ യതസദ്ദഖു ബിഹാ, കുറച്ച് ദിനാറുകൾ സദഖ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, സദഖ നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഫവദഅഹാ ഇൻദ റജുലിൻ ഫിൽ മസ്ജിദ്. അങ്ങനെ മസ്ജിദിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാളെ കുറച്ച് ഇപ്പുറത്തായിട്ട് ആ ദീനാർ കൊണ്ടുവച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മസ്ജിദിൽ ആളുകൾ മറ്റുള്ളവർക്ക് എടുക്കാൻ വേണ്ടി ഭക്ഷണവും അതുപോലെ തന്നെ ഈത്തപ്പഴങ്ങളും അതുപോലെ പണമാണെങ്കിലും അതും ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലമുണ്ട്. ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം എന്ന നിലയ്ക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ അടുക്കൽ അല്ലെങ്കിൽ വേറൊരാളുടെ അടുക്കൽ അയാളെ കൈ കൊടുത്തിട്ടില്ല, വേറെ അയാൾ എടുത്തോട്ടെ എന്ന നിലക്ക് ഉദ്ദേശത്തിൽ അയാളെ കുറച്ച് ഇപ്പുറത്തായിട്ട് കുറച്ച് ആ പണം കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഈ മഅൻ പറയുകയാണ്, ഞാൻ വന്നപ്പോ മസ്ജിദിൽ ആ പണം അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അതും എടുത്തിട്ട് എന്ത് ചെയ്തു, അത് ഞാൻ എടുത്തു.
അത് മാന എടുത്തു, പിന്നെ ആരോ സ്വതക്കായിട്ട് വെച്ചതാണ് നിലക്ക് മാന എടുത്തു. എന്നിട്ട് അതുമായിട്ട് ഇപ്പാന്റെ അടുക്കിലേക്ക് ചെന്നു, അഥവാ യസീദിന്റെ അടുക്കിലേക്ക് ചെന്നു. ഫഖാല, അപ്പോ ഇത് കണ്ടപ്പോ യസീദ് കണ്ടു ഞാൻ അവിടെ വെച്ച ദീനാർ ആരെടുത്ത്, മകനെടുത്തത്. അപ്പൊ പറഞ്ഞു വല്ലാഹി മാ ഇയ്യാക അറദ്തു, ഞാൻ നിനക്ക് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ അതവിടെ വെച്ച് പറഞ്ഞു. നിന്നെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ അവിടെ വെച്ചത്. വേറെ അപ്പുറത്ത് ഫക്കീറായിട്ടുള്ള ഇത് ഇദ്ദേഹത്തിന്റെ മകനാണ്, പക്ഷെ വേറെ ആരെയോ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വെച്ചത്, നിന്നെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഫഖാസംതുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മഅൻ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് പോയിട്ട് ഈ വിഷയം പറഞ്ഞു. വാപ്പ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവർ തമ്മിൽ സംസാരമായി. അപ്പൊ അങ്ങനെ വാപ്പ പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇതെനിക്ക് അവകാശപ്പെട്ടതല്ലേ, മസ്ജിദിൽ അങ്ങനെ വെച്ചത് ആർക്ക് കൊടുക്കുക, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ വാപ്പ ഇത് എനിക്ക് ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്, ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞു. فقال ابن نبي صلى الله عليه وسلم പറഞ്ഞു لك ما نويت يا يزيد ولك ما اخذت يا معن رواه البخاري. ഈ യസീദിനോട് വാപ്പാനോട് പറഞ്ഞു ലക മാ നവൈത യാ യസീദ്, യസീദേ നീ എന്താണോ നിയ്യത്ത് വെച്ചത് നിനക്കുണ്ട്. നീ ഒരു ദരിദ്രനെ എടുക്കാനാണ് നിയ്യത്ത് വെച്ചെങ്കിൽ അത് നിനക്കുണ്ട്. നീ ആർക്കാണോ ഉദ്ദേശിച്ചത് അത് നിനക്കുണ്ട്. വലക മാ അഖദത യാ മഅൻ, മഅനെ എടുത്ത് നിനക്കുണ്ട്. അഥവാ ആർക്ക് വേണമെങ്കിലും എടുക്കാൻ നിലക്ക് വെച്ചിട്ടുള്ളതാണത്. അപ്പൊ ആ എടുത്ത സമ്പത്ത് എന്താണോ അത് മഅന് അവകാശപ്പെട്ട അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നിനക്ക് അവകാശപ്പെട്ടതാണ്. യസീദിനോട് പറഞ്ഞു നീ അത് വേറൊരാൾക്ക്, സ്വന്തം മകനല്ല വേറൊരാൾക്ക് ഉദ്ദേശിച്ചാണെങ്കിൽ ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത് നിനക്കുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസ് എന്ന ഭാവുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്, ഒരാളുടെ നിയ്യത്ത് എന്താണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് അയാളുടെ അമല് സ്വീകരിക്കപ്പെടുന്നതും അതിന് പ്രതിഫലം നൽകപ്പെടുന്നതും. ഇതിന് ഏറ്റവും മഹത്തായ മറ്റൊരു ഉദാഹരണമാണ് ബനൂ ഇസ്രായേലിൽ പെട്ട ഒരു വ്യക്തി രാത്രിയിൽ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചത്. അഥവാ സ്വതക്ക കൊടുക്കുമ്പോൾ രഹസ്യമായി സ്വതക്ക കൊടുക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. എന്നാൽ ആർക്കാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പോലും അറിയാതെ നിലക്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചു. അങ്ങനെ അയാൾ രാത്രിയിൽ അയാൾ കുറച്ച് സ്വതക്ക നൽകാൻ വേണ്ടി കുറച്ച് ദീനാറോ ദിർഹമോ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണോ കാര്യം അത് എടുത്തുകൊണ്ട് രാത്രിയിൽ ഒരാൾ കൊണ്ടുപോയി കൊടുത്തു. അയാൾ കൊണ്ടുപോയി കൊടുത്തത് ഒരു ദിവസം ഒരു കള്ളനായ വ്യക്തിക്കായിരുന്നു. പിറ്റേന്ന് രാത്രിയും കൊടുത്തത് ഒരു വ്യഭിചാരിണിയായ പെണ്ണിന്. പിറ്റേന്ന് രാത്രി കൊടുത്തത് സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക്. അപ്പോൾ അയാൾക്ക് തോന്നി സ്വാഭാവികമായിട്ടും അനർഹരായിട്ടുള്ള ആളുകൾക്ക് കയ്യിലാണ് എന്റെ സ്വതക്ക എത്തിപ്പെട്ടത്. ഞാൻ സാധുക്കളായ ആളുകൾക്ക്, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഉപകരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ചെയ്താണ്. പക്ഷേ യോഗ്യരായിട്ടുള്ള ആളുകൾക്കല്ല ഇത് കിട്ടിയിട്ടുള്ളത്. അയാൾ വളരെയധികം ദുഃഖിച്ചു. അപ്പൊ അള്ളാഹു തആല അയാളെ അറിയിച്ചു കൊടുത്തു. ഇനി ഒന്നാമത് കള്ളന് കൊടുത്തപ്പോൾ കള്ളൻ എന്ത് ചിന്തിച്ചു, ഇത് എനിക്ക് വരെ സ്വതക്ക വരുന്നു, പിന്നെ ഞാൻ എന്തിനാ ആൾക്കാരെ കട്ടെടുക്കുന്നത്. അയാൾ കട്ടെടുക്കുന്നത് നിർത്തി, അയാളെ കളവ് നിർത്തി. വ്യഭിചാരിക്ക് സ്വതക്ക കിട്ടിയപ്പോൾ എനിക്കിതാ സ്വതക്ക കിട്ടുന്നു, എനിക്ക് ആവശ്യമുള്ള റിസ്ക് എത്തിക്കുന്ന അള്ളാഹ്ക്ക് വഴിയുണ്ട്, ഞാൻ എന്തിനാ ഈ തെറ്റ് ചെയ്യുന്നത്, അത് അവസാനിപ്പിച്ചു. സമ്പന്നൻ പിശുക്കനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അയാൾക്ക് സ്വതക്ക കിട്ടിയപ്പോൾ അയാൾക്ക് ലജ്ജ തോന്നി, അയാളുടെ സമ്പത്തിന് സ്വതക്ക ചെയ്യാനും തുടങ്ങി. അപ്പോ ബാഹ്യമായിക്കൊണ്ട് അതിന്റെ റിസൾട്ട് എന്താണ്, അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അയാളുടെ നിയ്യത്തിനുള്ള ഗുണം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് ഒരാളുടെ നിയ്യത്ത് എന്താണോ, അപ്പൊ നമ്മൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യും, ചിലപ്പോൾ അതിന്റെ അനന്തരഫലം ഏറ്റവും മോശമായിരിക്കും ചിലപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സാധുവായിട്ടൊരാൾക്ക് സാധുവാണെന്ന് കരുതി നമ്മൾ കുറച്ച് പണം കൊടുത്തു വിചാരിക്കുക, നമ്മൾ കുറച്ച് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് വിചാരിക്കുക, അയാൾ അതുകൊണ്ട് പോയിട്ട് കള്ളുടിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് പോയിട്ട് വല്ല തെറ്റ് ചെയ്യുകയോ ചെയ്ത് നമ്മൾ കണ്ടാൽ പോലും നമുക്ക് എന്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അമല് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നമുക്ക് പ്രതിഫലം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നിയ്യത്തിലാണ് നമ്മൾ നൽകിയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കള്ളു കുടിക്കാനാണ് കൊടുത്തതെങ്കിലോ അതാണ് നമ്മൾ നിയ്യത്ത്. എന്നാൽ എന്ത് നിയ്യത്തിലാണോ നമ്മൾ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് പ്രതിഫലം ഉണ്ടാവുക. അടുത്ത ഹദീസ് وعن ابي اسحاق سعد بن ابي وقاص مالك بن أهيب بن عبد مناف بن زهرة بن كلاب بن مرة بن كعب بن لؤي القرشي الزهري رضي الله عنه. سعد بن أبي وقاص رضي الله عنه അദ്ദേഹത്തിന്റെയും ഈ കുടുംബ പരമ്പര ഇവിടെ പറയാനുള്ള കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിലേക്ക് ചേർന്ന് വരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് ഈ കുടുംബ പരമ്പര കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആരിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ചേരുന്നത് എന്ന് പറയാൻ ആർക്കെങ്കിലും അറിയോ? سعد بن أبي وقاص مالك بن أهيب بن عبد مناف بن زهرة بن كلاب بن مرة بن كعب بن لؤي القرشي الزهري رضي الله عنه. ഏതെങ്കിലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് പറയാൻ വല്ല പേരുണ്ടോ? അബ്ദു മനാഫിലേക്ക്.
അഹദിൽ അശ്റത്തുൽ മശ്ഹൂദ് ലഹും ബിൽ ജന്ന റളിയല്ലാഹു അൻഹും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതയായിക്കൊണ്ട് പറയുകയാണ് 10 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ 10 പേരെ, അതല്ലാതെയും പലരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്, 10 ആളുകളെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ത്, അവർ സ്വർഗത്തിലാണ് എന്നുള്ളത്. ആ ആളുകളുടെ പേരാർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? 10 ആളുകളുടെ പഠിക്കണം. 10 സ്വഹാബികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ്. പിന്നെ അശ്റത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന സഅദ് ബിൻ അബി വഖാസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഹദീസാണ്, അദ്ദേഹം പറയുകയാണ്, ഖാല ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി ആമ ഹജ്ജത്തിൽ വദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിക്കാൻ, ആദ യഊദു എന്നുള്ള രോഗസന്ദർശനത്തിന് വന്നു. രോഗസന്ദർശനത്തിന് എന്നെ സന്ദർശിക്കാൻ വന്നു. ഏത് സമയത്ത്? ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത്. ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഹജ്ജ്. ആ ഹജ്ജിന് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ നിന്ന് 100,000-ഓളം ആളുകളും അതല്ലാത്ത മറ്റു പല നാടുകളിൽ നിന്നായി ചേർന്ന് വന്ന 100,000-ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കാൻ ഏകദേശം 2,00,000-ന് മുകളിലായിക്കൊണ്ട് ആളുകൾ അവിടെയുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ആരും വന്നിട്ടുണ്ട്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. അങ്ങനെ മക്കയിൽ എത്തിയ സമയത്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞ സമയത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചു. വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗം ബാധിച്ചു. ആ രോഗത്തിലാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. മിൻ വജഇൻ ഇഷ്തദ്ദ ബി, എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വേദന, രോഗമുള്ള അവസ്ഥയായിരുന്നു അത്. ഫഖുൽതു, അങ്ങനെ സന്ദർശിക്കാൻ വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഖദ് ബലഗ ബി മിനൽ വജഇ മാ തറാ. റസൂലേ, നിങ്ങൾക്ക് എന്റെ അവസ്ഥ ഇപ്പം അറിയാലോ, അഥവാ മരിക്കുന്ന ഉറപ്പായുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനത്തെ രോഗമായിരുന്നു. ഞാൻ മരിക്കുന്ന ഉറപ്പായിട്ടുള്ള രോഗം ഉണ്ടാവുമല്ലോ, ആ നിലക്ക് മരിക്കാനായി എന്ന നിലക്കുള്ള രോഗമായിരുന്നു. അപ്പോൾ റസൂൽ, എന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, എന്റെ വേദന, രോഗം നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. വഅനദു മാലിൻ വലാ യരിസുനി ഇല്ലാ ബിനതുൻ ലീ, എനിക്ക് കുറെ സമ്പത്തുണ്ട്, ധാരാളം സമ്പത്തുണ്ട് എനിക്ക്, ഞാൻ വലിയ സമ്പന്നനാണ്. എനിക്കാണെങ്കിൽ ഒരു മകള് മാത്രമേ ഉള്ളൂ. എനിക്കൊരു മകള് മാത്രമേ, എനിക്ക് എൻ്റെ അനന്തര സ്വത്ത് അനന്തരാവകാശിയായിട്ട് ഒരു മകള് മാത്രമേ ബാക്കിയുള്ളൂ, മകള് മാത്രമേ ഉള്ളൂ. അഫഅതസദ്ദഖു ബിസുലുസൈ മാലി, ഞാൻ എൻ്റെ സമ്പത്തിന്റെ 2/3 ഭാഗവും സദഖ ചെയ്യട്ടെ ചോദിച്ചു. അതായത് എൻ്റെ ഒരു മകൾക്ക് ഇത്ര അധികം സമ്പത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല, നല്ല രീതിയിൽ ജീവിക്കാൻ തന്നെ. അപ്പൊ എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ? എന്റെ സമ്പത്തിന്റെ 2/3 ഭാഗവും ഞാൻ സദഖ ചെയ്യട്ടെ എന്ന് നിലക്ക് പറഞ്ഞു. അഥവാ മരിക്കാനായി എന്ന് ഉറപ്പുള്ള ഒരു അവസ്ഥയിൽ. ഖാല ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ചെയ്യണ്ട പറഞ്ഞു. ഖുൽതു ഫശ്ശത്റു യാ റസൂലല്ലാഹ്, അപ്പൊ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, പകുതി ഞാൻ സദഖ ചെയ്യട്ടെ, പകുതി സമ്പത്ത് സദഖ ചെയ്യട്ടെ? ഫഖാല ലാ, അപ്പൊ പറഞ്ഞു വേണ്ട. ഖുൽതു ഫസ്സുലുസു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, 1/3 ഞാൻ സദഖ കൊടുക്കട്ടെ, 1/3 സദഖ കൊടുക്കട്ടെ? ഖാല അസ്സുലുസു വസ്സുലുസു കസീറുൻ ഔ കബീറുൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1/3 അത് തന്നെ കൂടുതലാണ്, അത് തന്നെ വലുതാണ് എന്ന് പറഞ്ഞു. അത് അനുവാദം കൊടുത്തു, 1/3 കൊടുത്തോളം അനുവാദം കൊടുത്തു, പക്ഷെ അത് തന്നെ കൂടുതലാണ് എന്ന നിലക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നക അൻതദറ വറസതക അഗ്നിയാഅ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന الناس. ഇന്നക അൻതദറ വറസതക, നീ നിന്റെ അനന്തരാവകാശികളെ വിട്ടേച്ചു പോകൽ, അഗ്നിയാഅ സമ്പന്നരായ, അല്ലെങ്കിൽ സമ്പന്ന പറഞ്ഞ മറ്റുള്ളവരിലേക്ക് ആവശ്യമല്ലാത്ത രീതിയിൽ ധന്യരായിക്കൊണ്ട് വിട്ടേച്ചു പോകലാണ്. ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന الناس, നീ ദരിദ്രരായിട്ട് അവരെ വിട്ട് ആളുകളോട് ഞങ്ങൾക്ക് എന്തെങ്കിലും നൽകണം എന്ന് ആളുകളോട് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നല്ല എന്താണ്? അതിന്റെ ആവശ്യമില്ലാതെ വിട്ടേച്ചു പോകലാണ്. വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, നീ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്നും ചെലവഴിക്കുന്നില്ല, അഥവാ എന്ത് ചെലവഴിച്ചാലും ഇല്ലാ ഉജിർത അലൈഹാ ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക, അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കാതെ, അല്ലെങ്കിൽ എന്ത് അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നീ ചെയ്താലും എന്ത് ചെലവഴിച്ചാലും നിനക്ക് പ്രതിഫലം ഉണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിർബന്ധമായി നീ ചെലവിന് കൊടുക്കേണ്ട നിന്റെ ഭാര്യയുടെ വായിൽ എന്തെങ്കിലും ഒരു കാര്യം വെച്ചു കൊടുത്താൽ പോലും, അഥവാ ഒരാൾ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാം അവർക്ക് ചെലവിന് കൊടുക്കുക, അവരെ നോക്കുക എന്നുള്ള അവന്റെ മേലെന്താണ്? നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.
പക്ഷെ അത് അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട്, ഇനി നിർബന്ധമല്ല എങ്കിൽ കൂടി മാനുഷികമായിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോ നമ്മൾ ആലോചിച്ചാൽ മതി, കാഫിറായിട്ടുള്ള ആളുകൾ അവരെ ഭാര്യമാരെ നോക്കുന്നവരുണ്ട്, മക്കളെ നോക്കും, അച്ഛനും അമ്മയെ നോക്കും, അല്ലെങ്കിൽ അവരെ മാതാപിതാക്കളെ നോക്കും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ അള്ളാഹിനെ വജ് ഉദ്ദേശിച്ചാണോ? അല്ല. അവർക്ക് നിർബന്ധ ബാധ്യതയായിട്ടാണോ? അല്ല. പക്ഷെ അവർ ചെയ്യുന്നവരുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ ചെയ്യുകയാണെങ്കിൽ, അതൊരു ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചില ഹദീസുകൾ കാണാം, അതിനും നിനക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ടാകും. ഖാല, അപ്പൊ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉഖല്ലഫു ബഅദ അസ്ഹാബി, റസൂലേ ഞാൻ എന്റെ കൂടെയുള്ള ആളുകൾ പോയി കഴിഞ്ഞിട്ട് ഞാനിവിടെ ബാക്കിയാകുമോ റസൂലേ? അഥവാ മക്കയില് ബാക്കിയുള്ളവരെന്താവും? ഹജ്ജ് കഴിഞ്ഞാൽ തിരിച്ചു പോകും. കാരണം അസ്ഹാബി എന്ന് ഉദ്ദേശിച്ചത് മുഹാജിറീങ്ങൾ. സഅദ് ഇബ്നു അബി വഖാസ് ഹിജ്റ ചെയ്ത ആളാണ് മദീനയിലേക്ക്. അപ്പൊ ആ ഹിജ്റ ചെയ്ത ആളുകൾ മക്കയിൽ തങ്ങൂല, അവരെന്ത് ചെയ്യും? തിരിച്ച് മദീനയിലേക്ക് പോകും. അപ്പൊ അവര് പോയി കഴിഞ്ഞിട്ടും ഞാനിവിടെ ബാക്കിയാവോ, അഥവാ ഞാൻ ഇവിടെ കിടന്ന് മരിക്കോ റസൂലേ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സമാധാനിപ്പിച്ചു, ഇന്നക ലൻ തുഖല്ലഫ ഫതഅമല അമലൻ തബ്തഗി ബിഹി വജ്ഹ അല്ലാഹ്, നീ ഇവിടെ ബാക്കി, ഇവിടെ മലയാളത്തിൽ അതിന്റെ ആശയം, നീ ഇവിടെ ബാക്കിയായിട്ട് നീ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുകയാണ് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ, ഇല്ലസ്ദത്ത ബിഹി ദറജതൻ വരിഫഅതൻ, അതുകൊണ്ട് എന്തുണ്ടാകും? നിന്റെ ദറജ ഉയരുകയും ചെയ്യും. നിന്റെ ദറജ ഉയരും. അഥവാ നീ ഇവിടെ ബാക്കിയായിട്ട് എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുണ്ടാവും? നിനക്ക് അള്ളാഹിന്റെ അടുക്കൽ ദറജയും പ്രതിഫലമൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. വിശദീകരിക്കുക, അത് ഓരോ ഭാഗവും വിശദീകരിക്കാനുണ്ട്. وَلَعَلَّكَ أَن تُخَلَّفَ حَتَّى يَنْتَفِعَ بِكَ أَقْوَامٌ وَيُضَرَّ بِكَ آخَرُونَ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നീ ബാക്കിയാവും, ഇനിയും നീ ജീവിക്കും, ഇനിയും കാലം ജീവിക്കും. എന്നിട്ട് ചില ആളുകൾക്ക് നിന്നെ കൊണ്ട് ഉപകാരമുണ്ടാകും, ചില ആളുകൾക്ക് നിന്നെ കൊണ്ട് ദോഷവും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അംദി ലി അസ്ഹാബി ഹിജ്റതഹും, അല്ലാഹുവേ എന്റെ സഹാബികളുടെ ഹിജ്റയെ നീ നിലനിർത്തേണമേ. വലാ തറുദ്ദഹും അലാ അഖാബിഹിം, അവരുടെ ദീനിൽ നിന്ന് മുർത്തദായി പോകുന്ന അവസ്ഥയിൽ നീ ആക്കരുതേ. ലാകിനിൽ ബാഇസു സഅദ് ബിൻ ഖൗല, എന്നാൽ ദൗർഭാഗ്യവാനായിട്ടുള്ള വ്യക്തി സഅദ് ബിൻ ഖൗല എന്ന സഹാബിയായിരുന്നു. അദ്ദേഹം ഹിജ്റ ചെയ്തു പോയ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ ഹജ്ജിന് വന്നിട്ട് തിരിച്ച് മദീനയിലെത്തുന്നതിന് മുമ്പ് എവിടെ വെച്ച് മരണപ്പെട്ടു? മക്കയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മാത ബിമക്കത, മക്കയിൽ മരണപ്പെട്ടതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖേദം പ്രകടിപ്പിച്ചിരുന്നു ആ സഹാബിയുടെ വിഷയത്തിൽ. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസ് ഒരുപാട് ഫായിദകളുള്ള ഹദീസാണ്. അതുകൊണ്ട് അതിന്റെ ഓരോ ഭാഗം നമുക്ക് അതിന്റെ തുടക്കം മുതൽ ഓരോ ഭാഗത്തിലും പ്രധാനമായി മനസ്സിലാക്കേണ്ട പാഠങ്ങളും ഫവായിദുകളും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി വായിക്കാം. അതിന്റെ തുടക്കം ഹജ്ജിന്റെ സമയത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഹജ്ജിന് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്ന് ഹിജ്റ പോയിട്ടുള്ള മുഹാജിരീങ്ങളും മദീനയിലുള്ള അൻസാരികളും ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഹജ്ജിന് ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഈ രോഗം ബാധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗസന്ദർശനം നടത്തുകയും ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ പാഠം എന്നുള്ളത് രോഗസന്ദർശനത്തിനെ സംബന്ധിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗികളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. തന്റെ സഹാബികൾ രോഗികളുണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി സന്ദർശിക്കാറും അവരെ സമാധാനിപ്പിക്കാറും അവരുടെ തലഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാറും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. അത് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളും വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ സന്ദർശിച്ചു. ആ സമയത്താണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, മരിക്കുമെന്ന് ഉറപ്പായ അവസ്ഥയിലുള്ള അത്രയും മാരകമായ രോഗം ബാധിച്ചപ്പോൾ ചോദിച്ചു, കൂടിയാലോചിച്ചു. ഇവിടെ മറ്റൊരു ഫായിദ ഉലമാക്കൾ പറയുന്നത്, അറിവുള്ളവരുമായിട്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കണം എന്നുള്ളതാണ്. ഇവിടെ വേണമെങ്കിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാം? കൂടി ആലോചിക്കാതെ ഞാനിതാ എന്റെ സമ്പത്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചെയ്യാം. പക്ഷേ അറിവുള്ള ആളുകളുമായിട്ട് നല്ലൊരു കാര്യമാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൂടി ആലോചിക്കണം എന്നുള്ളത്. കൂടി ആലോചിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഉപദേശം കൊടുക്കുന്ന ആൾ കൃത്യമായി ഉറപ്പുള്ള നല്ല രീതിയിൽ നസിഹത്തോടു കൂടി ആയിരിക്കണം തിരിച്ചു ഉപദേശിക്കേണ്ടത്. അപ്പൊ ഇവിടെ ചോദിച്ച വിഷയം, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, ഒരു മകൾ മാത്രമേ ഒരു മകൾ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ സമ്പത്തിന്റെ 2/3 ഭാഗവും ഞാൻ എന്ത് ചെയ്യട്ടെ? സ്വതക്ക കൊടുക്കട്ടെ എന്ന നിലക്കാണ് ചോദിക്കുന്നത്. ഞാൻ സ്വതക്ക നൽകട്ടെ. ഇവിടെ ഉലമാ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വേണ്ട. പകുതി പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട. 1/3 പറഞ്ഞപ്പോൾ അത് തന്നെ കൂടുതലാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ഇവിടെ ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസിൽ നമുക്ക് എന്ത് വ്യക്തമായി മനസ്സിലാക്കാം?
ഒരാൾക്ക് അയാളുടെ സമ്പത്തിന്റെ 1/3 മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വസിയത്ത് ചെയ്യാൻ പാടുകയുള്ളൂ എന്നുള്ള ഒരു മസ്അല ഇതിൽ നിന്ന് എടുക്കാറുണ്ട്. വസിയത്ത് പറഞ്ഞാൽ എന്താണ്? മരണസമയത്ത് അയാളുടെ സമ്പത്ത് അനന്തരാവകാശികൾ വീതിച്ചു കൊടുക്കേണ്ട നിയമമുണ്ട്. ആ അനന്തരാവകാശ സ്വത്ത് വീതിക്കുമ്പോൾ 2 കാര്യങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് അനന്തരാവകാശ സ്വത്ത് വീതിക്കേണ്ടത്. യഥാർത്ഥത്തിൽ 3 കാര്യമുണ്ട്, പ്രധാനപ്പെട്ട 2 കാര്യം. 3 കാര്യം എന്താണ്? ഒന്ന്, ഇയാളുടെ ജനാസയുടെ ആവശ്യമായിട്ടുള്ള ചെലവുകൾ, അയാളുടെ കഫൻ തുണി ആവട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്താണോ അത് അയാളുടെ സമ്പത്തിൽ നിന്ന് എടുക്കണം. അത് കഴിഞ്ഞിട്ടേ കടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ കടബാധ്യത പറയുന്നുണ്ട്, വസിയത്ത് പറയുന്നുണ്ട്. ഈ 3 കഴിഞ്ഞിട്ടാണ് ബാക്കിയാണ് എന്ത് ചെയ്യുക, അനന്തര സ്വത്തായിട്ട് വീതിക്കുക. അതായത് പ്രധാനമായിട്ട് ഒരാളുടെ കടബാധ്യതയും അയാൾ വസിയത്ത് ചെയ്തതിനു ശേഷമുള്ള സ്വത്താണ് അനന്തരാവകാശികൾക്ക് വീതിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ വസിയത്ത് ചെയ്യുകയാണ്, അയാളുടെ 1/3 കൂടുതൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള മസ്അല ഇന്ന് കിട്ടുന്നുണ്ട്. കാരണം മരണം ഉറപ്പായ സമയത്താണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദിക്കുന്നത്, ഞാൻ ഈ 1/3 അല്ലെങ്കിൽ ഇതിൽ ചോദിച്ചപ്പോൾ അനുവദിച്ചത് എന്താണ്, 1/3 എന്നുള്ളത്. ഇവിടെ ഉലമാക്കൾ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മരണമുറപ്പാകുന്ന സമയത്തുള്ള രോഗത്തെ സംബന്ധിച്ചാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരാൾക്ക് പകുതിയോ അല്ലെങ്കിൽ 2/3 ഭാഗമോ എല്ലാം സ്വതക്ക് കൊടുക്കാം. ഇനി സമ്പത്ത് മുഴുവൻ വേണമെങ്കിലും ഒരാൾക്ക് സ്വതക്ക് കൊടുക്കാം, അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് വേണം, അയാൾക്ക് വരുമാന മാർഗം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം എന്ന നിലക്ക്. അയാൾക്ക് കച്ചവടം ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം കിട്ടും. അങ്ങനെയുണ്ട് എങ്കിൽ മരണം പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ മരണം ഉറപ്പാക്കാത്ത അങ്ങനെ വിചാരിക്കാത്ത ഒരു രോഗത്തിന്റെ സന്ദർഭത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും സ്വതക്ക കൊടുക്കൽ അനുവദനീയമാണ് എന്ന നിലക്ക് കാണാം. പക്ഷെ അയാൾക്ക് വരുമാനം കിട്ടും എന്നുള്ള ഒരു മാർഗം ഉണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഉദ്ദേശം മരണം ഉറപ്പാകുന്ന അല്ലെങ്കിൽ ഞാൻ ഇനി മരിക്കുമെന്നുള്ള രോഗമോ അല്ലെങ്കിൽ വസിയത്തിന്റെ വിഷയത്തിലാണ് 1/3 കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ വസിയത്ത് ചെയ്യാൻ പാടില്ല, സ്വതക്ക് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഈ 1/3 ചെയ്യണോ അതോ അതിൽ കുറവ് മതിയോ എന്നുള്ളതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് 5/1. 5/1 ഞാൻ വസിയത്ത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞത് കാണാം. ഒരു റിവായത്ത് കാണാം, അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിലും ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ സ്വന്തത്തിൽ തൃപ്തിപ്പെട്ടതാണ് ഞാൻ വസിയത്തിന്റെ വിഷയത്തിൽ തൃപ്തിപ്പെടുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അള്ളാഹു തൃപ്തിപ്പെട്ടത് പറഞ്ഞത്? ഗനീമത്ത് സ്വത്ത് വീതിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എത്രയാണ്, 5/1. ഗനീമത്ത് സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ, യുദ്ധം ചെയ്ത് സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 5/1 അള്ളാഹുവിന്റെ റസൂലുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 5/1 ഞാൻ പരലോകത്തേക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി വസിയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ അതാണ്, പല സഹാബികളും അതാണ് നല്ലത് എന്ന നിലക്ക് 5/1 ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ട്, അയാൾക്ക് വസിയത്ത് ചെയ്യാൻ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട് എങ്കിൽ അയാൾക്ക് ചെയ്യാവുന്നതിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പരിധി എന്താണ്, 5/1. 3/1 വരെ അനുവദനീയമാണ്. പക്ഷെ നല്ലത് എന്താണ്, 5/1. കാരണം 3/1 പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, അസ്സുലുസു കസീർ, 3/1 കൂടുതലാണ് എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മസ്അല ഇതിൽ വരുന്നുണ്ട്. വസിയത്ത് ചെയ്യാൻ അനുവദനീയമായിട്ടുള്ളത് 3/1. അതിലേറ്റവും നല്ലത് സഹാബികൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു രീതി 5/1, അല്ലെങ്കിൽ ആ 3/1 ഒഴിവാകാൻ 4/1 5/1 ആയിട്ട് 5/1 അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ധാരാളം സഹാബികളിൽ നിന്ന് അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ അടുത്ത ഒരു ഭാഗം, ഇന്നക അൻ തദറ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻ തദറഹും ആലതൻ യതകഫഫൂന അന്നാസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരാൾ ഇങ്ങനെ മരണസമയത്ത് സ്വതക്ക കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇതെല്ലാം പൂർണ്ണമായി വസിയത്ത് ചെയ്യാതിരിക്കാൻ പറയാനുള്ള കാരണം എന്താണ്, ഒരാളുടെ അനന്തരാവകാശികൾ അഥവാ മേലോട്ടോ താഴോട്ടോ ഉള്ള അയാളുടെ ഉപ്പയാവട്ടെ, ഉപ്പയും ഉമ്മയാവട്ടെ, അല്ലെങ്കിൽ മക്കൾ അതുപോലെയുള്ളതാവട്ടെ, അല്ലെങ്കിൽ സഹോദരന്മാർ ആയിട്ടുള്ളവരാവട്ടെ, അങ്ങനെ ഏത് വിഷയത്തിലാവട്ടെ അവിടെ എന്ത് പറഞ്ഞ് അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യാൻ പാടില്ല, അവർ മറ്റുള്ള ആളുകളോട് ചോദിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ നീട്ടിച്ചു പോകരുത്. നിനക്ക് സമ്പത്തിന്റെ ഉലമാക്കൾ പറഞ്ഞു, കുറഞ്ഞ സമ്പത്തേ ഉള്ളൂ എങ്കിൽ അയാൾ വസിയത്തേ ചെയ്യാൻ പാടില്ല, അതാണ് നല്ലത്. ഒരാൾക്ക് കുറേ സമ്പത്തുണ്ടെങ്കിലാണ് 5/1 വസിയത്ത് ചെയ്തോട്ടെ എന്നുള്ളത്. കുറച്ചേ ഉള്ളൂ എങ്കിൽ അയാൾ വസിയത്ത് ചെയ്യാതിരിക്കുന്നതാണ്
പാടില്ല പറഞ്ഞാൽ ഹറാമായതുകൊണ്ടല്ല, വസിയത്ത് ചെയ്യാതിരിക്കലാണ് എന്ത് അഫ്ളൽ. കാരണം അയാൾക്ക് അനന്തരാവകാശികൾക്ക് ഒന്നും കിട്ടാതെ മറ്റുള്ളവരോട് ചോദിക്കേണ്ട അവസ്ഥയിൽ വിട്ടേച്ചു പോകരുത്. അതുപോലെ അതിനെ തുടർന്ന് പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നീ എന്ത് ചെലവഴിച്ചാലും അതിന് പ്രതിഫലമുണ്ട്, ഭാര്യയ്ക്ക് നൽകുന്നതാണെങ്കിലും. ഇതാണ് നമ്മുടെ ബാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബാബുൽ ഇഖ്ലാസ് വൻ നിയ്യവുമായി ബന്ധപ്പെട്ടുള്ളത് ഇതാണ്. അഥവാ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങാടി പോയി സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രമോ ഭക്ഷണമോ കൊടുക്കുന്നത്, മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, എന്ത് കാര്യമാവട്ടെ, ഇനി സ്വന്തത്തിന് ഭക്ഷണം കഴിക്കുന്നതാവട്ടെ, എന്റെ ശരീരത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, അള്ളാഹു തന്ന ഈ ശരീരം നല്ല രീതിയിൽ നോക്കണം എന്നുള്ള നിയ്യത്തിലാണെങ്കിൽ പോലും എന്തുണ്ട്, പ്രതിഫലമുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ ഭാര്യയുമായി കിടപ്പറ പങ്കിടുന്നതിന് പോലും നമുക്ക് പ്രതിഫലമുണ്ട്. എന്തുകൊണ്ടാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിലായതുകൊണ്ട്, തൃപ്തിപ്പെടുന്ന രീതിയിലായതുകൊണ്ട്. അപ്പൊ നിയ്യത്തുണ്ട് എങ്കിൽ ഏതൊരു കർമ്മത്തിനും നല്ല നിയ്യത്തുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചതാണെങ്കിൽ അത് വളരെയധികം പ്രതിഫലം നേടുന്ന കാര്യമാണ്. അതാണ് നമ്മുടെ ഈ ഫസ്ലുമായി അല്ലെങ്കിൽ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഖാല, പിന്നെ അടുത്ത ഭാഗം വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ട ഒരു കാര്യമാണ്. യാ റസൂലല്ലാഹ് ഉഖല്ലഫു ബഅദ അസ്ഹാബി, റസൂലെ എന്റെ ഒപ്പമുള്ള ആളുകളെ ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനിവിടെ ബാക്കിയാവുമോ എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? മക്ക എന്താ മോശം നാടാണോ? അല്ല, മക്ക വളരെ പേടിയോടുകൂടിയാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ബാക്കിയായി പോവോ എന്നുള്ള പേടിയിലാണ് ചോദിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുള്ളത്? ഉലമാക്കൾ ഇതിന് വിശദീകരിക്കുമ്പോൾ പറഞ്ഞ വളരെ മഹത്തായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ ഒരു കാര്യം പിന്നെ അതെന്ത് ചെയ്യാൻ പാടില്ല, തിരിച്ച് നമ്മൾ എടുക്കാൻ പാടില്ല എന്ന നിലക്ക. അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ ഒരു കാര്യം പിന്നെ അതിലേക്ക് പോകരുത് എന്ന നിലക്ക. അഥവാ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവും അതുപോലെയുള്ള മുഹാജിറുകളും അവർ ഈ മക്ക വിട്ടു പോയത് എന്തിനാണ്? അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങോട്ട് പോയത്? മദീനയിലേക്ക് പോയത്. തിരിച്ച് മക്കം ഫത്ത് കഴിഞ്ഞു. മക്കം ഫത്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? ഹജ്ജ് ചെയ്യാൻ വരുന്നത്. മക്കം ഫത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിമുകളുടെ കീഴിലാണ്. മക്ക അത്രയും ശ്രേഷ്ഠമായ നാടാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? സഹാബികൾ മുഹാജിരീങ്ങൾ അവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയോ? അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ ഒരു സ്ഥലം ഇനി ഞങ്ങൾക്ക് വേണ്ട, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ ഒരു സ്ഥലം ഇനി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മദീനയിൽ എത്തണം. അതാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ ഞാൻ അവിടെ ബാക്കിയാവോ, മദീനത്തേക്ക് എത്താൻ പറ്റൂലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹാബികൾ പിന്നീട് അവിടെ വന്നിട്ട് താമസിക്കാൻ നിന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്തിനും അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മദീനത്ത് പോയിട്ടുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് വെക്കുകയും ഇവിടെ ഉലമാക്കൾ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ ഏറ്റവും അഫ്ളലായ കഅബയുള്ള മസ്ജിദുൽ ഹറമുള്ള മക്കയിൽ നിന്ന് അവർ പോയിട്ട് തിരിച്ച് മക്ക അതിൽ നിൽക്കാൻ അല്ലെങ്കിൽ അവിടെ മരിക്കുമോ എന്ന് അവർ പേടിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ ഒരു ഹറാമിലേക്ക് വീണ്ടും മടങ്ങുന്നത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയ ഒരു ഹറാം, അതൊരു പാപമാവട്ടെ, ഒരു വസ്തു ആവട്ടെ, ഒരു വ്യക്തിയാവട്ടെ, എന്ത് കാര്യമാവട്ടെ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ ഒരു കാര്യം അതിലേക്ക് വീണ്ടും മടങ്ങുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതായത് സഹാബികൾ മക്കയിലെ വീണ്ടും നിൽക്കാത്തത് എന്തുകൊണ്ടാ? അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയ ഒരു നാടായതുകൊണ്ടാണ്. അപ്പൊ ഒരു ഹറാമായൊരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മൾ അത് ചെയ്യുകയാണെങ്കിലോ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പരസ്പരം താരതമ്യം ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അല്ലെങ്കിൽ പോകാവുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് ഞാൻ ഒഴിവാക്കി ഇനി ഞാൻ ചെയ്യില്ല, ഇനി ഞാനത് ആവർത്തിക്കില്ല, അല്ലെങ്കിൽ ഇനി എനിക്കത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ച് ചിലപ്പോൾ വീണ്ടും നമ്മൾ അതിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ. സഹാബികൾ അവർക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇനി പാപല്ല. ഇതുപോലെ വേറെ ഉദാഹരണം കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു എന്നുള്ള ആയത്ത് അമലാക്കിയപ്പോൾ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞ ശേഷം ഈ ആയത്ത് ഒരു ദിവസം ഓതിയപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തോന്നി, പിന്നെ ഇഷ്ടമുള്ളതെന്ന് ഒഴിവാക്കണമല്ലോ, ഇഷ്ടമുള്ളതെന്ന് ചെലവഴിക്കണം എന്നാണല്ലോ. ബിർറ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആലോചിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടം ആ സമയത്ത് ഉണ്ടായിരുന്നത് റോമക്കാരിയായിരുന്ന ഒരു അടിമപ്പെണ്ണിനോടായിരുന്നു. വളരെ ഇഷ്ടമായിരുന്നു.
അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവളെ സ്വതന്ത്രയാക്കിയിട്ട് വേറൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അഥവാ അടിമ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ബന്ധം അനുവദനീയമായിട്ടുള്ള അത്രയും ഇഷ്ടമുള്ള കാണാൻ സൗന്ദര്യമുള്ള ഒരായിരുന്നു. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വതന്ത്രയാക്കിയിട്ട് വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ ആളുകൾ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണല്ലോ സ്വതന്ത്രയാക്കി കൊടുക്കുന്നത്, ഒഴിവാക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, നിങ്ങൾക്ക് അവർ വിവാഹം കഴിക്കാമായിരുന്നല്ലോ, സ്വതന്ത്രയായതിനു ശേഷം നിങ്ങൾക്ക് വിവാഹം കഴിക്കാമായിരുന്നല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയൊന്നിനെ എനിക്ക് തിരിച്ചു വേണ്ട, അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയൊന്നിനെ എനിക്ക് വേണ്ട. ഇതുപോലെ സലഫുകളുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാം, സഹാബികളുടെ ജീവിതത്തിലും സലഫുകളുടെ ജീവിതത്തിലും ഒക്കെ. പക്ഷെ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയും അഫ്ളലായ അത്രയും ശ്രേഷ്ഠതയുള്ള ആ നാട്ടിൽ മുസ്ലിമീങ്ങളുടെ ഭരണം ഉണ്ടാകുന്ന അവസ്ഥയിൽ എത്തിയിട്ടും ഇനി അവിടെ ഹിജറയുടെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവിടെ ഇസ്ലാം അനുസരിച്ച് അവർക്ക് ജീവിക്കാം. പക്ഷെ എന്നാൽ പോലും അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയൊരു നാട്ടിൽ ഞാൻ ബാക്കിയാവുക റസൂലേ എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഹറാം, അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള ആഗ്രഹം തോന്നുമ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അത് ഈ ബാബുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താ പറഞ്ഞത്? നീ ഇവിടെ ഇനി ബാക്കിയാണെങ്കിലും, സമാധാനിപ്പിക്കുകയാണ്, രോഗിയാവുമ്പോൾ പേടിയാണ്, അപ്പൊ സമാധാനിപ്പിക്കുക, നീ ഇവിടെ ബാക്കിയായാലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നീ സൽക്കർമ്മം ചെയ്താൽ നിന്റെ ദർജ എന്താവും? ഉയരും. അതായത് ഞാൻ ഇവിടെ ബാക്കിയായാൽ എന്റെ ദർജ താഴുമെന്ന പേടി, പക്ഷെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ നിന്റെ ദർജ വീണ്ടും ഉയരും എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചു. അവിടെ വീണ്ടും പറഞ്ഞ എന്താ? വജ്ഹ് അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് മുഅ്ജിസത്താണ്. കാരണം വിശേഷം പറഞ്ഞത്, നീ ഇനിയും കുറെ കാലം ജീവിക്കുകയും മറ്റുള്ളവർക്ക് എന്തുണ്ടാകും, നിന്നെ കൊണ്ട് ഒരു കൂട്ടർക്ക് ഉപകാരവും ഒരു കൂട്ടർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞത്. ഇതിലൊന്ന്, പിന്നീട് ഒരുപാട് കാലം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. ഏകദേശം 17ഓളം ആൺമക്കളും 12ഓളം പെൺമക്കളും പിന്നീട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ജനിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന വലിയ യുദ്ധങ്ങളിൽ, മദായിൻ പോലെയുള്ള സഹാബികൾ കടലിന് മേലെ കൂടെ നടന്ന് പേർഷ്യ കീഴടക്കിയ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ യുദ്ധമാണ് മദായിൻ പറഞ്ഞൊരു യുദ്ധം. പേർഷ്യൻ കിസ്റക്ക് കീഴടക്കിയത്. അന്ന് അല്ലാഹു തആല സഅദ് ബിൻ അബി വഖാസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് കടലിന് മുകളിലൂടെ നടന്നു പോയിക്കൊണ്ട് അള്ളാഹു നൽകിയ കറാമത്ത് യുദ്ധം ജയിച്ചു വന്നിട്ടുള്ളത്. അതുപോലെ ധാരാളം ഫത്ഹകളിൽ സാക്ഷിയായിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള ആളാണ് ആര്? സഅദ് ബിൻ അബി വഖാസ്. ഉപദ്രവം നേരിട്ടത് ആർക്കാണ്? ബുദ്ധിമുട്ട് ആർക്കാണ്? കുഫാറുകൾക്കാണ്. സഅദ് ബിൻ അബി വഖാസിനോട് ബുദ്ധിമുട്ടുണ്ടായത് കുഫാറുകൾക്കാണ്. പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഫിത്ന ഉണ്ടായപ്പോൾ, അലി റളിയല്ലാഹുവിന്റെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം ഫിത്ന ഉണ്ടായപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു ഒഴിഞ്ഞു മാറി താഴ്വരയിലേക്ക് മാറി താമസിച്ച് അവിടെ കൃഷിയും മറ്റുമായിട്ട് ഒതുങ്ങി താമസിച്ചു എന്ന് മാത്രം. അതല്ലാതെ ധാരാളം ഫത്ഹകളിൽ പങ്കെടുത്തിട്ടുള്ള ആളായിരുന്നു സഅദ് ബിൻ അബി വഖാസ്. അപ്പൊ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് അന്ന് ഈ വസിയത്തൊന്നും എല്ലാം ഒഴിവാക്കിയിട്ട് പോവാണെങ്കിലോ? പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, നീ ഇനിയും ജീവിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് മുഅ്ജിസത്തിന്റെ അടയാളമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ അംദിലി അസ്ഹാബി ഹിജ്റതഹും, അല്ലാഹുവേ അവരുടെ ഹിജ്റ നീ എന്റെ സഹാബികൾക്ക് നീ നിലനിർത്തി കൊടുക്കണമേ. അതായത് ഇവിടെ മരിപ്പിക്കരുതേ, മദീനയിലേക്ക് എത്തിക്കണമേ. അവർ ഹിജ്റ ചെയ്തു പോയതാണ്, അവരെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ ഹിജ്റയിലും ഉറപ്പിച്ചു നിർത്തണമേ. അവർ ഹിജ്റ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലാക്കണമേ. വലാ തറുദ്ദഹും അലാ അഖാബിഹിം, അവരെ എന്ത് ചെയ്യരുത്, എന്റെ കാലശേഷം മുർത്തദ്ദായി പോകുന്ന അവസ്ഥയിൽ നീ ആക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ആ കൂട്ടത്തിൽ അന്ന് വന്ന മുഹാജിറുകളിൽ ഒരു സഹാബി സഅദ് ബിൻ ഖൗല എന്ന സഹാബി മക്കയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ആ മക്കയിൽ വെച്ച് മരണപ്പെട്ടല്ലോ എന്നുള്ളതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും പറഞ്ഞു. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് പ്രതിഫലമുണ്ട്, അത് നിർബന്ധമായ കാര്യമാണെങ്കിലും. പിന്നെ ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു ഫായിദ ഉലമാക്കൾ പറയാനുള്ളത്, ചില കാര്യങ്ങൾ നിയ്യത്ത് നല്ലതാണെങ്കിലും ആ അമല് ചിലപ്പോൾ ദോഷം ചെയ്യുന്ന കാര്യമായി തീരും എന്നുള്ളതാണ് പറയാനുള്ള കാരണം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ സ്വത്തിന്റെ 2/3 ഭാഗവും പകുതിയും സദഖ കൊടുക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിയ്യത്ത് എന്താണ്? നല്ല നിയ്യത്താണ്, നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. സദഖ കൊടുക്കണം മോശപ്പെട്ട കാര്യമാണോ? അല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണ്ട എന്ന് പറഞ്ഞു. കാരണം അതിന്റെ അനന്തരഫലം കൊണ്ട് എന്തുണ്ടാവും? ചില ദോഷങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ നല്ലത് ഉദ്ദേശിച്ചുകൊണ്ടും വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. വൈകാരികമായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ലത് ഉദ്ദേശിച്ചുകൊണ്ടേ നമ്മൾ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ.
പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ അനന്തരഫലങ്ങൾ ദോഷമായിട്ടുള്ള ആ കർമ്മം തന്നെ ചിലപ്പോൾ എന്താവും, അനന്തരഫലം ദോഷമായിട്ടുള്ള കാര്യമായിട്ട് തീരും. അതുകൊണ്ടാണ് ഉലമാക്കളോട്, അറിവുള്ളവരോട്, അനുഭവമുള്ളവരോട് കാര്യങ്ങൾ കൂടിയാലോചിക്കണം. അതുകൊണ്ടാണ് സഅദ് നബി വഖാസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയാലോചിച്ചത്. അപ്പോൾ ഏതൊരു നല്ല കാര്യമായി നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിലും അറിവുള്ള, അനുഭവമുള്ള ആളുകളോട് കൂടിയാലോചിക്കണം എന്നുള്ളതും ഇതിന്റെ ഫായിദയായി പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദർസിൽ നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.